ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സുന്ദരിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇവൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് വയ്യാതായതൊക്കെ. ഇപ്പോൾ എണീച്ച് നിൽക്കും കേട്ടോ, എണീച്ച് നിൽക്കും, 1-2 അടി വെക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ വീഴാൻ പോകും കേട്ടോ. കൈയിൻ്റെ മുട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടങ്ങി നമ്മളിങ്ങനെ തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്ന പോലെ അവളങ്ങനെ വീഴാൻ പോകും. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് അങ്ങനെ കൂടുതൽ ഇറക്കാറൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനായിട്ട് കുറേ സമയം കൂടിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ടാണ്. അധികം ഹൈറ്റൊന്നും ഇല്ല കേട്ടോ കൂട്, എന്നാലും കുറേ സമയം നിന്നിട്ടാണ് അവൾ കൂട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വിളിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവൾ കയറിയില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് അവരെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. പിന്നെ അവൾക്ക് അങ്ങനെ കൂടുതലങ്ങനെ നടക്കാൻ വയ്യ. അപ്പോൾ കൂട്ടിലിങ്ങനെ എണീച്ച് നിൽക്കുകയും കിടക്കുകയും ചെയ്യും. കിടക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് ഇങ്ങോട്ട് മുട്ടുകുത്തി അങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ പോലെ അങ്ങനെ കിടക്കൂല. എന്നാലും പതിയെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ മുട്ടുകുത്തി നിന്നിട്ടൊക്കെ അങ്ങനെ കിടക്കും. അതുപോലെ നടക്കാനും പെട്ടെന്ന് ആ സ്പീഡിൽ അങ്ങനെ നടക്കാൻ വയ്യ. തട്ടിത്തടഞ്ഞ് വീഴാൻ പോയിട്ട് അങ്ങനെ, എന്നാലും പറ്റ കിടക്കുകയായിരുന്നല്ലോ. ശ്വാസം മുട്ട് പോലെ ഒരു വലി എല്ലാം ഉണ്ടായിരുന്നു. കണ്ണ് മിയ്യാതെ അങ്ങനെ കിടക്കുന്നതായിരുന്നു. അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കയ്യിനായിരുന്നു കേട്ടോ, കണ്ടോ ഇപ്പം ഇങ്ങനെ കുത്തിയിട്ടങ്ങനെ നിൽക്കുന്നു, ഓർത്തിയിട്ട് തന്നെ കുത്തിയിട്ട് അവൾ സ്വയം എഴുന്നേൽക്കും കേട്ടോ. അപ്പം ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്താറായിരുന്നു പതിവ്. നിങ്ങൾ എന്നെ കമൻറ്റ് ഇടാറുണ്ട്, എഴുന്നേൽപ്പിച്ച് നിർത്തണോ ചണച്ചാക്ക് കെട്ടണോ എന്നൊക്കെ. പക്ഷേ ഞാനിങ്ങനെ അവൾ മുട്ടുകുത്തി നീക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്ന് കിടക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ അവൾ സ്വയം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എന്നാലും പഴയ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അതുപോലെ വെള്ളമാണെങ്കിലും കുറച്ച് കുടിക്കുള്ളൂ. പഴയ ആ ഒരുപാട് വെള്ളം, അതുപോലെ തീറ്റ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് പുല്ലൊക്കെ തിന്ന് അങ്ങനെയൊന്നും വയ്ക്കില്ല. പിന്നെ കുറച്ചിച്ച് അങ്ങനെ ഞാൻ ഇലകളൊക്കെ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കും. മാവില, പ്ലാവില അങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഒരു ഇല ഫുള്ളായിട്ട് വലിയ ഇലയൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ട് ചാടുന്ന പോലെയാണ്. പിന്നെ അസുഖം എന്ന് പറയുമ്പോൾ ആണ് പ്രസവത്തോടെ തളർന്നു പോയതാണോ എന്ന് അറിയില്ല. പക്ഷേ കൈ സ്ലിപ്പാവുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആ കൈ തന്നെയാണ് അവളിങ്ങനെ പൊക്കി നിൽക്കാറുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴും ആ കൈ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പൊക്കി നിൽക്കും. ആ കൈ തന്നെയാണ് അവൾ നടക്കുമ്പോഴും മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ വീഴാൻ പോകുന്നത് തട്ടി തടഞ്ഞിട്ട് അത് മടങ്ങിയിട്ടാണ് കേട്ടോ. അപ്പം ഈ സ്ലിപ്പായതുകൊണ്ടാണെന്നോ അറിയില്ല. പിന്നെ പ്രസവത്തോടെ തളർന്നു പോയ ആ ഒരു ഇതാണോന്നറിയില്ല, അങ്ങനെ വരുന്നുണ്ട്. പശുക്കൾക്കും ആടുകൾക്കൊക്കെ പ്രസവത്തോടെ അങ്ങനെ തളർന്നു പോകുന്നൊരു അസുഖമൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രായം കൂടുന്തോറും. പിന്നെ ഇപ്പോൾ ഇവൾക്ക് എത്ര പ്രസവമായെന്നോ എത്ര പ്രായമായെന്നോ കറക്റ്റ് അറിയില്ല. എൻ്റെ അറിവിലിപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതും നമ്മുടെ അടുത്തൊന്നും കൂടെ ആയിട്ട് അവളുടെ ഇത്തവണ പ്രസവിച്ചത് 6ാമത്തെയാണ്. പിന്നെ ഞാൻ വാങ്ങിക്കുമ്പോഴും അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലായിരുന്നു ഇവൾ. അപ്പോൾ എന്തായാലും എത്ര വയസ്സായെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ പലരും കമൻറ്റ് ഇടാറുണ്ട് കാൽസ്യക്കുറവാണോ എന്ന്. അതാണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ സപ്ലിമെൻറ്റൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഗർഭിണി ആകുമ്പോഴുള്ള TT ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രസവം വരെ അവൾക്ക് ഒസോമിൻ്റെ സപ്ലിമെൻ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാറുണ്ട്, ഒസോമിനാണ് കൊടുത്തിരുന്നതെന്ന്. പിന്നെ കൈത്തീറ്റ കൊടുത്തിരുന്നു. പിന്നെ മുരിങ്ങ എല്ലാം മിക്ക ദിവസം അവളുടെ തീറ്റ മുരിങ്ങ തന്നെ ആയിരിക്കും. പ്രസവം വരെയും അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രസവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അവൾ വീണ് പോകുന്ന ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ പിന്നെ കാൽസ്യത്തിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ മുരിങ്ങയിലൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവ് വരുമോ അങ്ങനെ ആവുമോ എനിക്കറിയത്തില്ല. പിന്നെ അകിടിൻ്റെ ആ ഒരു പ്രശ്നം വന്നല്ലോ, അകിട് വീക്കം കൂടുതലാവുമ്പോൾ ആടുകൾ വീണ് പോകുന്നും മരണപ്പെട്ടു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്ത് തന്നെ ഇതുപോലെ അവരുടെ ആട് ഇതുപോലെ 2-3 ദിവസമേ കിടന്നുള്ളൂ. പിന്നെ അങ്ങനെ കാല് വലിച്ച് അങ്ങനെ നടന്നിട്ട് അതങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അത് തീരെ എണീക്കാതായി. അകിടിങ്ങ് ഒരുപാടിങ്ങ് ഇറങ്ങി കനം വെച്ച് ഭയങ്കര വെയിറ്റായിരുന്നു. പിന്നെ അത് കാലിങ്ങനെ വേച്ച് അങ്ങനെ നടന്ന് 2-3 ദിവസമേ ആയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാനിങ്ങനെ ഹെൽപ്പ് ചോദിക്കും, എന്താ ചെയ്ത്. പിന്നെ ഇവളുടെ പാലൊക്കെ വറ്റി. ഇപ്പോൾ പാലൊന്നും അത്ര നല്ല പാലല്ല കേട്ടോ. ആ ഒരു വെറും വെള്ളം അതന്നെയാണ് ഇപ്പോഴത്തെ പാല്. നല്ലൊരു പാല് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. ഫസ്റ്റ് ആ ഒരു കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഫസ്റ്റ് 1-2 തവണ കറന്നതാണ്. പിന്നെ ഒക്കെ ആ ഒരു വെള്ളം തന്നെയാണ്. അകിടിങ്ങനെ വീങ്ങി വന്നത് ഇങ്ങനെ കുറവായി വന്നിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴും കുറച്ചൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോഴും മരുന്ന് ഇങ്ങനെ അരച്ച് പുരട്ടുന്നുണ്ട്. കറ്റാർ വാഴയും മുരിങ്ങയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചിട്ട് പുരട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട്, കുടിക്കാനുള്ളതും പിന്നെ അവൾ എണീച്ച് നിൽക്കാനുള്ളതും അകിടിൻ്റെ നീരും പോകാനുള്ളതും. അങ്ങനെ 4 ഹോമിയോ മരുന്നാണ് ഇവൾക്ക് കൊടുക്കുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവൾക്കൊരു മുറിവ് കൂടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അകിടിന് മുകളിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് എപ്പോഴും മൂത്രം തട്ടുന്ന ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് ഉണങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ചെറുതായി വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നല്ലോണം കൂടിയൊരു സ്ട്രോങ് കൂടിയിട്ടുള്ളൊരു സ്പ്രേ ആണിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതും കൂടെ മാറിക്കിട്ടണം. പിന്നെ അകിടിൻ്റെ പ്രശ്നം മാറിക്കിട്ടണം. കണ്ടില്ല നല്ല പോലെ അഴുക്കുണ്ട് കേട്ടോ. വെച്ചാൽ കുളിപ്പിച്ചിട്ടൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് അങ്ങനെ കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ല, വീണ് പോയതുകൊണ്ടും. പിന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് കുറച്ച് ഒരു വെയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ അഴുക്കാണ് കണ്ടോ. ഈ അഴുക്ക് ഇങ്ങനെ പിടിച്ചാൽ തന്നെ അവർക്കൊരു ഉഷാറുണ്ടായില്ല. പിന്നെ ഞാൻ തുണി നനച്ചിട്ട് ഇടയ്ക്കൊക്കെ തുടച്ചു കൊടുക്കും, എന്നാലും അവൾ നിൽക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ കൂടുതൽ ചാടി കളിക്കുമ്പോൾ കയ്യിൻ്റെ ആ ഒരു വേദന ഇനി ഇളകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൂടുതൽ ചാടി കളിക്കാനായിട്ട് ഞാൻ അതിനുള്ള ഇത് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ മുക്കി ഇതാക്കുമ്പോൾ അവർ ചാടി കളിക്കുകയുള്ളൂ. ഒന്നാമത് ഇവർക്ക് വെള്ളം നനയുന്നേ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ അതിന് മെനക്കെടാറില്ല. അഴുക്കുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ അസുഖമൊക്കെ മാറിയിട്ട് നല്ലോണം തേച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുളിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇവൾക്ക് ആ ഒരു മുറിവ് ഒന്ന് ഉണങ്ങി മാറാനുണ്ട്. പിന്നെ അകിടിൻ്റെ ആ ഒരു നീരൊന്ന് പോകാനുണ്ട്. നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വലിപ്പം തോന്നിക്കും, പക്ഷേ അങ്ങനെയൊന്നുമല്ല തീരെ. ചിലപ്പോൾ കണ്ട ഒരു ആട്ടിൻകുട്ടികളുടെ ആ ഒരു രീതിക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് വരുന്നതേ പേടിയാണ് ഇപ്പോൾ. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ ഭയങ്കര പേടിയാണെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മരുന്നുണ്ടാവും, അതല്ലെങ്കിൽ കുടിക്കാനുള്ളതോ പുരട്ടാനുള്ളതോ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ മുറിവിൽ സ്പ്രേ ആണ്. ആ സ്പ്രേ കുപ്പി എൻ്റെ കയ്യിൽ കണ്ടാൽ മതി. പിന്നെ ഭയങ്കര ചാട്ടമാണ്, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വീഴാൻ പോയി തല ഊരാൻ പറ്റിയെങ്കിൽ ഇറങ്ങി ഓടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതി ഭയങ്കര പേടിയായിട്ടുണ്ട് ഇപ്പോൾ എന്നെ. കണ്ടില്ലേ നമുക്ക് പോയി നിൽക്കുന്നുണ്ടോ. മറ്റേ മരുന്ന് കുടിക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയാം കേട്ടോ. എൻ്റെ കയ്യിൽ കുപ്പി ഞാൻ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ഹോമിയോ മരുന്ന് അങ്ങനെ സൈഡിൽ വായിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ആ മരുന്ന് കുടിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞ് കയറാറാണ് കൂട്ടിലോട്ടിട്ട്. അപ്പോൾ അങ്ങനെ അവൾ അറിയാം മരുന്നാണെന്ന്. അപ്പോൾ ഇതായില്ല. അതല്ലാതെ സ്പ്രേ കുപ്പി ഒന്ന് കുലുക്കും ഞാൻ. അത് കുലുക്കുന്ന അവൾ കാണാതെയാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, സ്പ്രേ അടിക്കുമ്പോൾ നീറ്റലാണോ പൊള്ളലാണോ കടച്ചിലാണോ എന്നൊന്നും അവർക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ശരിക്കും ആ മുറിവിലോട്ട് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. ഞാൻ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നോക്കാറ്. പിന്നെ സ്പ്രേ അടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും അതുമേലൊക്കെ പാടെ അങ്ങനെ പെനച്ചിട്ട് അങ്ങ് അടിക്കാറാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവൾ ചാടുന്നേക്കാരം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. എന്ന് വെച്ചാൽ അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വയനാടാണ് അവരുടെ സ്ഥലം കേട്ടോ. അപ്പോൾ ഈ വയനാട്ടിൽ നമുക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, പാവങ്ങളാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവരിപ്പോൾ. പലരും മരണപ്പെട്ടു പോയി. പിന്നെ ഒരുപാട് ആളുകൾ അമ്മ നഷ്ടപ്പെട്ടവരും മക്കൾ നഷ്ടപ്പെട്ടവരും കുടുംബം മൊത്തത്തിൽ പോയവരെല്ലാം ഉണ്ട്. എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എനിക്ക് വിഷമമുണ്ട്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് മുന്നേ സെയിൽ വീഡിയോ ഇട്ട ആ ഒരു സമയത്ത് അവർ വിളിച്ചിട്ട് വയനാട് മേപ്പാടി അങ്ങനെ എന്തോ പറഞ്ഞു അവർ. പക്ഷേ എന്തായിന്നറിയില്ല. പിന്നീട് ആ ഒരു അപകടത്തിന് ശേഷം നമ്മുടെ വീഡിയോ ഇട്ടതിലൊന്നും അവർ കമൻറ്റ് ചെയ്തിട്ടില്ല. ഫുള്ള് നമ്മുടെ വീഡിയോസിൽ എല്ലാ വീഡിയോസിലും അവർ കമൻറ്റ് ചെയ്യും. അഹ്ല് ബദർ എന്നാണ് അവരുടെ ID കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സിറാജ് ഇക്കയാണോ അനിയനാണോ എന്നൊന്നും അറിയില്ല. സിറാജ്, അതുപോലെ CB സുരേഷ്, വിഷ്ണു, നിഖിൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചിലരുടെ പേരൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ പലരും കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ. സെയ്തലവി ഒക്കെ ചിലപ്പോൾ ഇക്ക ആയിരിക്കാം. അപ്പോൾ അഹ്ല് ബദർ എന്നുള്ള നമ്മുടെ ID എന്നാണ് അവർ പറഞ്ഞിട്ടോ. അവർ എന്നോട് പറഞ്ഞിരുന്നു ആ ഒരു കമൻറ്റ് ഇടുന്നത് ഞാനാണ്, എൻ്റെ വീട് വയനാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീഡിയോസിലും അവർ കമൻറ്റ് ഇടും. ഈ ഒരു അപകടം പറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അവരോട് റീപ്ലൈ ആയിട്ട് കഴിഞ്ഞ കമൻറ്റിലൊക്കെ എടുത്തിട്ട് ഞാൻ അതിന് റീപ്ലൈ ആയിട്ടൊക്കെ ചോദിച്ചു നോക്കി. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു നോക്കി. പക്ഷേ ഒരു റീപ്ലൈ എനിക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് ഞാൻ അതിന് ശേഷം ഇട്ടിട്ട് അതിലൊന്നും അവർ കമൻറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു പേടി നമുക്കുണ്ടാവില്ല. അവരെന്തായിന്നാവോ, നമ്മൾ ഓരോ സ്ഥലത്തും ഉള്ളവരാകുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ, അവരവിടെയാണല്ലോ അവരുടെ സ്ഥലം. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ അവരുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുക. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ഫോൺ നഷ്ടപ്പെട്ടു പോയവർ, രക്ഷപ്പെട്ടവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു, നമുക്ക് ന്യൂസിലൊക്കെ അങ്ങനെ കേൾക്കാമല്ലോ. എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷമമുണ്ട്, എന്താ ഇപ്പോൾ ചെയ്യുക.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്